ഹലോ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് റാഗിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ റാഗി പൊടിച്ചത് വീട്ടിലിരിപ്പുണ്ട്, വീട്ടിൽ തന്നെ പൊടിച്ചതായിരുന്നു. അപ്പോൾ ആ പൊടി കുറച്ചെടുത്തൊന്ന് വറുത്തിട്ട് ഇങ്ങനെ പുട്ടിന് വേണ്ടി ഒന്ന് നനച്ചെടുത്തു. അപ്പോൾ റാഗിപ്പുട്ട് അച്ഛന് വലിയ ഇഷ്ടമില്ല, അച്ഛനങ്ങനെ കഴിക്കില്ല. അത് അച്ഛൻ അരിപ്പുട്ട് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ വളരെ കുറച്ച് മാവ് എടുത്തുള്ളൂ, എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രം. ഈ റാഗിക്ക് പ്രത്യേകിച്ച് സ്വാദൊന്നുമില്ല, പക്ഷേ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ റാഗി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുട്ടും കുറ്റിയിൽ നമ്മൾ മാവൊക്കെ ഒന്നിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, തേങ്ങയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അമ്മ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെളുത്ത കടലയാണ്, വെളുത്ത കടലയും കൊണ്ട് കറിയൊക്കെ ഉണ്ട്. അപ്പോൾ കറിയൊക്കെ ഒഴിച്ച് എങ്ങനെയെങ്കിലും നമുക്കിത് അങ്ങ് അകത്താക്കാം. റാഗിപ്പുട്ട് ഇഷ്ടമുള്ളവരുണ്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടും കുറ്റി അടുപ്പത്ത് കയറ്റുകയാണ്. അരിപ്പുട്ടുണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ റാഗിപ്പുട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പുട്ടോടത്തിലെ വെള്ളത്തിനൊക്കെ നല്ല ചൂടുണ്ട്. നമ്മൾ തീയൊക്കെ കത്തിച്ചു കൊടുത്തു. ഇപ്പം പെട്ടെന്നാവും, വെള്ളത്തിനൊക്കെ ചൂടുള്ളത് കൊണ്ട് തന്നെ. പുട്ടോടം എന്ന് പറയുന്നത് ആ വെള്ളം ഒഴിക്കുന്ന പാത്രത്തിനാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പാത്രത്തിന് പറയുക? പുട്ടോടം എന്നാണോ പുട്ടുപാനി എന്നാണോ? എന്തായാലും നമ്മുടെ റാഗിപ്പുട്ടൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓരോ കഷ്ണമായിട്ടാണ് വീഴുന്നത്, ഒറ്റ കുറ്റിയായിട്ട് വീണില്ല, ഓരോ കഷ്ണമായിട്ടാണ് വീണത്. അങ്ങനെ നമ്മുടെ റാഗിപ്പുട്ടും അരിപ്പുട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി അങ്ങോട്ട് കഴിക്കുക ആരോഗ്യദായകമായ റാഗിപ്പുട്ട്, പിന്നെ അരിപ്പുട്ടും. പക്ഷെ സ്വാദൊക്കെ അരിപ്പുട്ടൻ തന്നെയാണ് കേട്ടോ. ഈ റാഗിപ്പുട്ടിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. ആ നാളികേരത്തിൻ്റെ ഒരു മധുരവും പിന്നെ ആ വറുത്തുണ്ടല്ലോ പൊടി, അതിൻ്റെ ഒരു മണമൊക്കെയാണ്. പ്രത്യേകിച്ച് സ്വാദൊന്നുമില്ല. അരിപ്പുട്ടാണ് സ്വാദ്, പക്ഷേ വളരെ ഹെൽത്തിയാണ് റാഗി, അതുകൊണ്ട് കഴിക്കാം. പിന്നെ നമ്മുടെ കടല കൂട്ടാനും പിന്നെ അതെ പാലും വെള്ളവും ഒക്കെ ആയിട്ട് ഇന്നത്തെ പ്രാതൽ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റാഗിപ്പുട്ട് ഇഷ്ടമാണോ കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കാറുണ്ടോ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഷോർട്ട് വീഡിയോസിനൊക്കെ 3 മിനിറ്റ് വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് വീഡിയോ ആണോ ഇഷ്ടം, അതോ 3 മിനിറ്റ് വീഡിയോ ഇഷ്ടമാണോ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതനുസരിച്ച് വീഡിയോ ചെയ്യാം ഞാൻ. അപ്പോൾ നമുക്കിത് വീണ്ടും കാണാം. ടാറ്റാ.